ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സഹകരിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യകക്ഷികൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം യൂറോപ്പിന്റെ യുദ്ധമല്ല എന്ന് ചില യൂറോപ്യൻ നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് റൂബിയോ ആഞ്ഞടിച്ചത്. യുക്രൈൻ യുദ്ധം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ യുദ്ധമല്ല, എന്നിട്ടും ആ പോരാട്ടത്തിൽ മറ്റാരെയേക്കാൾ കൂടുതൽ സഹായം നൽകിയത് ഞങ്ങളാണെന്ന് റൂബിയോ പറഞ്ഞു. ലോക സുരക്ഷയുടെ ഉത്തരവാദിത്തം അമേരിക്കയുടെ മേൽ മാത്രം കെട്ടിവയ്ക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തെവിടെയും യുദ്ധമുണ്ടാകുമ്പോൾ അമേരിക്കയുടെ സഹായം തേടുന്ന നാറ്റോ സഖ്യകക്ഷികൾ അമേരിക്കയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ ക്രിയാത്മകമായി പ്രതികരിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തി. ലോകത്തിലെ 5-1 എണ്ണയും വാതകവും കടന്നുപോകുന്ന പാതയാണിത്. അമേരിക്കയ്ക്ക് ഈ പാതയിലൂടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇന്ധനം ലഭിക്കുന്നുള്ളൂ. എന്നാൽ ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ വലിയ താൽപര്യമാണ് ഈ പാത തുറന്നു കിട്ടുക എന്നത്. അതിനാൽ തന്നെ ഇത് സുരക്ഷിതമാക്കുവാൻ മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടെ പശ്ചിമേഷ്യയിലെ സാഹചര്യം ചർച്ച ചെയ്യുവാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മാർക്കോ റൂബിയോയും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തി. പ്രതിരോധ രംഗത്തെ സഹകരണം കൂടുതൽ ശക്തമാക്കുവാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു.